ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ്. കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന സ്ഥലത്താണ് ഈ അത്ഭുതകരമായ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പ്രകൃതി സൗന്ദര്യവും ചരിത്രവും പുരാണകഥ, സാഹസങ്ങൾ, വിനോദങ്ങൾ എല്ലാം ഒന്നിച്ച് അനുഭവിക്കാൻ കഴിയുന്നൊരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണിത്. ആദ്യം ഞാൻ ജഡായു എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയട്ടെ. അപ്പോൾ ഹിന്ദു ഇതിഹാസമായ രാമായണത്തിൽ ജഡായു എന്നൊരു വലിയൊരു കഴുകനെ നമ്മൾ പറയുന്നുണ്ട്. രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ സീതാദേവിയുടെ കരച്ചിൽ കേട്ട് ജഡായു വരികയും രാവണനായിട്ട് യുദ്ധം ചെയ്തു. പക്ഷേ രാവണൻ ജഡായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞ് ജഡായുവിനെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ജഡായു ഇങ്ങനെ വീണു. അപ്പോൾ രാമനെ കണ്ടപ്പോൾ ജഡായു സീതയെക്കുറിച്ച് രാവണൻ കൊണ്ടുപോയ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജഡായുവിൻ്റെ ധൈര്യം, സ്ത്രീ സുരക്ഷയുടെ പ്രതീകമായിട്ടൊക്കെ നമ്മുടെ ജഡായുവിനൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ പുരാണ കഥയെ ആധാരമാക്കിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ. ഇവിടെയുള്ള ജഡായു ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പങ്ങളിൽ ഒന്നാണ്. ഏകദേശം 200 അടി നീളം ഇതിനുണ്ട്, 150 അടി വീതി ഇതിനുണ്ട്, 70 അടി ഉയരമുണ്ട്. അപ്പോൾ അത്രയും വലുതാണ്. ഒരു വലിയൊരു പാറയുടെ മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് കാണട്ടോ. അപ്പോൾ ഇവിടെ എത്താൻ ആദ്യം നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന സ്ഥലത്താണ് എത്തേണ്ടത് കേട്ടോ. അടുത്ത വലിയ നഗരങ്ങൾ കൊല്ലവും തിരുവനന്തപുരമാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ജഡായു പാറയുടെ മുകളിലെത്താൻ എന്താ ചെയ്യേണ്ടതെന്നല്ലേ. മുകളിലെത്താനുള്ളതാണ് പ്രധാനമായിട്ട് എന്താ ഉള്ളത്, റോപ്പ് വേ ഉണ്ട്. പിന്നൊന്ന് നമുക്ക് നടന്ന് കയറാനുമുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റോപ്പ് വേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ എത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ക്യൂ ഒക്കെ നിൽക്കാനുണ്ട്. അതിനാദ്യം തന്നെ ഏറ്റവും താഴെ കാണുന്ന സെൻറ്ററിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തു. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും മുകളിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതങ്ങനെ റോപ്പ് വേ ഏറ്റവും മുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണാൻ. താഴെയുള്ള വലിയ വലിയ പാറക്കെട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് ബ്ലറാണ്, എന്നാലും നമുക്കിത് സൂപ്പറായിട്ട് താഴെ വശങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഹെലിപാഡൊക്കെ ഉണ്ട്, നമുക്കത് വേണ്ട. അപ്പോൾ പിന്നെയുള്ളത് ട്രക്കിംഗ് ആണ് കേട്ടോ. 1 കിലോമീറ്ററോളം നമുക്ക് നല്ല കയറാൻ, ഒരു ട്രക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 കിലോമീറ്ററോളം ദൂരമുള്ള കയറ്റം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പ്രകൃതി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വഴി നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും വ്യത്യസ്തമാണ്. പാർക്കിൽ പ്രവേശിക്കാനായിട്ട് സാധാരണ ഒരു എൻട്രി ടിക്കറ്റ് വേണം. റോപ്പ് വേ ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള ടിക്കറ്റും വേണം. സാധാരണയായിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും വ്യത്യസ്തമായ നിരക്കുകളാണ് ഉള്ളത് കേട്ടോ. അഡ്വഞ്ചർ ആക്ടിവിറ്റികൾക്ക് വേറെയും ടിക്കറ്റ് നിരക്കുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണമായതാ ഈ ജഡായു ശില്പം തന്നെയാണ്. ഈ ശില്പത്തിനകത്ത് ഒരു ചെറിയ മ്യൂസിയവും മൾട്ടിമീഡിയ തിയേറ്ററും ഉണ്ട് കേട്ടോ. ഇവിടെ രാമായണ കഥയും ജഡായുവിൻ്റെ കഥയും ഒക്കെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ നിരവധി സാഹസ വിനോദങ്ങളുണ്ട്. അതായത് റോക്ക് ക്ലൈമ്പിങ്, റാപ്പലിങ്, കമാൻഡോ നൈറ്റ്, വാലി ക്രോസിങ് തുടങ്ങിയ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഇവിടെ പരീക്ഷിക്കുക. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിനോദങ്ങൾ ഇവിടെ സെൻറ്ററിലേക്ക് പ്രവേശിക്കാനായിട്ട് ആദ്യം എൻട്രി ടിക്കറ്റ് നമുക്ക് എടുക്കണം. അപ്പോൾ എൻട്രി ടിക്കറ്റിന് സാധാരണയായിട്ട് മുതിർന്നവർക്ക് ഏകദേശം ഒരു 400 രൂപ 500 രൂപ ആ ഒരു റേറ്റിലായിരിക്കും. കുട്ടികൾക്ക് 300 രൂപയൊക്കെ ആയിട്ട് വരും കേട്ടോ. പിന്നെ മുകളിലേക്ക്, അതായത് റോപ്പ് വേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ കേബിൾ കാർ സംവിധാനത്തിന് വേറെ നമ്മൾ കാശ് കൊടുക്കണം. അപ്പോൾ ഈ വഴിക്ക് പോകാനായിട്ട് ഒരു വഴിക്ക് പോകാൻ 300 രൂപ. അപ്പോൾ ഒരു 500 രൂപ എടുത്താൽ ഏകദേശം റിട്ടേൺ ടിക്കറ്റും ആ ഒരു ടിക്കറ്റായിട്ട് അങ്ങനെ അതിലും കയറി പോവാം. അപ്പോൾ റോപ്പ് വേയിൽ കയറുമ്പോൾ മുകളിൽ പോകുന്ന സമയത്ത് ചുറ്റുമുള്ള മലകളും പ്രകൃതിയൊക്കെ കാണാൻ രസമായിരിക്കും. കാരണം ഈ മുകളിൽ നിന്ന് കാണുമ്പോഴായിരിക്കുമല്ലോ അതിന് കൂടുതലും ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ജഡായു പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയാം കേട്ടോ. ജഡായു പാറയുടെ സമീപത്ത് തന്നെ ജഡായു ടെമ്പിൾ എന്നൊരു ചെറിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ജഡായുവിനെയും രാമായണ കഥയുമായി ബന്ധപ്പെട്ട സ്മരണകളെയും അനുസ്മരിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പുരാണ കഥാപ്രകാരം രാവണനെ സീതാദേവി അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ജഡായുവിനെ ഈ തടഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഈ ചിറക് മുറിഞ്ഞ് ഈ പാറയിലേക്ക് വീണത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട്
രാമൻ ഇവിടെ എത്തി ജടായുവിനെ കണ്ടുമുട്ടിയതായി കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്മരണയ്ക്കായിട്ട് ഈ പ്രദേശം ഒരു പുണ്യസ്ഥാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. അങ്ങനെ സീതയെ അന്വേഷിച്ച് വന്നപ്പോൾ ജടായുവിനെ കണ്ടു. ജടായു അപ്പോൾ രാമനോട് പറഞ്ഞു സീതയെ എവിടേക്കാണ് രാവണൻ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അപ്പോൾ രാമൻ്റെ പാദമുദ്രകൾ ഉണ്ടെന്നാണ്. ഈ കാണുന്നതാണ് രാമൻ്റെ പാദമുദ്രകൾ എന്ന് വിശ്വസിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഈ അടയാളങ്ങൾ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് നാട്ടുകാരുടെ വിശ്വാസപ്രകാരം അത് രാമൻ്റെ പാദമുദ്ര പോലെ തന്നെയാണെന്നും എല്ലാവരും കരുതാൻ തുടങ്ങി കേട്ടോ. അതിനാൽ ഇത് ശാസ്ത്രീയമായ തെളിയിച്ചൊരു ചരിത്ര സാക്ഷ്യമല്ല, പക്ഷേ പുരാണവും വിശ്വാസമൊക്കെ ചേർന്നിട്ടുള്ള ഒരു ആചാരമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശം എല്ലാം സൂക്ഷിക്കുന്നത് ടൂറിസം കേന്ദ്രമാണല്ലോ അപ്പോൾ ജടായു എർത്ത് സെൻറ്ററിൻ്റെ മാനേജ്മെൻറ്റും കേരള ടൂറിസവും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലമെല്ലാം സംരക്ഷിക്കുന്നത്. ഇവിടെ വരുന്ന സന്ദർശകർ ഈ പാദമുദ്രകളും ശില്പവും ഒക്കെ കണ്ട് ജടായുവിൻ്റെ ത്യാഗത്തെയൊക്കെ ഓർമ്മിക്കുന്നു. പിന്നെ നമ്മളിനി തിരിച്ചു പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ട്. ഓരോ ആൾക്കാരും അവരുടെ റൗണ്ട് അനുസരിച്ച്, അപ്പോൾ ഇത്ര ആൾക്കാർ വെച്ചിട്ട് 2 സെക്ഷനായിട്ട് 2 സ്ഥലത്ത് ഇങ്ങനെ നിർത്തിക്കും നമ്മളെ. എന്നിട്ട് ഓരോരുത്തർ കഴിയുമ്പോഴാണ് അടുത്ത സെക്ഷൻ ആൾക്കാരെ നമ്മൾ ഈ റോപ്പ് വേയിലേക്ക് കയറ്റുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കയറേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇനി കൂട്ടമായിട്ട് പോകുമ്പോൾ ഇന്നാൾ കൂടെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വാശൊന്നും പാടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കയറിയാലേ നമ്മൾ കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ കുറേ എക്സ്കർഷൻ ഉണ്ടാവും, പിന്നെ കുറേ ഗെയിംസുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഈ ബോൾ ഇട്ടത് വലിയ പാവേനൊക്കെ പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാ പരിപാടിയും ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാൽ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാം. ഇന്നത്തേക്ക് എല്ലാവർക്കും അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കേട്ടോ.